22,500 രൂപ 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാൻ. അയ്യോ നല്ലവനായ ഉണ്ണി, എന്റെ പൊന്നു മോനെ, കള്ളത്തര ഈ മാതിരി അടിച്ചു വിടരുത്. കാരണം നീ എക്സസൈസ് കിടക്കുക, അതെന്ത് ഇവിടെ പരാമർശിക്കാത്തത്? നീ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നീ 80 ലക്ഷം മേടിച്ചിട്ടായിരിക്കും 40 കൊടുത്തിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് നിന്റെ വാഗൊണ്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. ഞാൻ ഓൾമോസ്റ്റ് ഒരു 45 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാലൻസ് അല്ല, അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാലൻസ് വന്നിട്ട് 45 ലക്ഷം രൂപയുണ്ട്. റോബിൻ രാധാകൃഷ്ണനും ഞങ്ങളൊക്കെ സുഹൃത്തുക്കളായിരുന്നു. അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആള് പൈസ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. തിരിച്ചു തരുന്നില്ല, ഒരു വലിയ എമൗണ്ട്. എൻ്റെ ഒരു 8 ലക്ഷം രൂപയുണ്ട്. രാഷ്ട്രീയത്തിലോട്ട് എൻ്റർ ചെയ്തപ്പോൾ തൊട്ട് ആളൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് വാങ്ങിച്ചെടുക്കാമെങ്കിൽ വാങ്ങിച്ചോ, നിങ്ങൾ ഹണി ട്രാപ്പ് പോലുള്ള ഇതിൽ പെടുത്താൻ നോക്കുകയാണെന്നൊക്കെയുള്ള ഒരു വ്യത്യസ്തമായൊരു നെറേറ്റീവ് പറയാൻ തുടങ്ങി. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയോ? ഇറങ്ങി പുള്ളി സീരിയസ്ലി രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയായിരുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. തിരുവനന്തപുരത്ത് അവിടെ ഇവിടെ ഭാഗങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു സമരങ്ങളിലും റാലിയൊക്കെ നടക്കുമ്പോഴത്തേന് അതിന്റെ മുൻനിരയിൽ ഒരു കൊടിയും പിടിച്ചോണ്ട് എന്തിനാ പോകുന്നതെന്ന് ആ നടക്കുന്ന പാർട്ടിക്കാർക്കോ അണികൾക്കോ പോലും മനസ്സിലാവാത്ത രീതിയിലാണ് പുള്ളിയുടെ പ്രകടനം. സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കാണുമായിരിക്കും, എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയുമായിരിക്കും, എന്തിനാണ് അവർ പങ്കെടുത്തതെന്ന് അറിയായിരിക്കും. അവർ പോയിരിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടി ബേസിന്റെ അതിന്റെ ബ്രാൻഡിലായിരിക്കും പോയിരിക്കുന്നത്. പക്ഷേ റോബിനോട് ആരെങ്കിലും ആ ഒരു പാർട്ടിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ റോബിൻ പറയുന്നത് ഐ എം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ഞാനിവിടെ വന്നിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് എന്താ പുതിയ ആങ്കർ കളിക്കുന്നത്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉടായിപ്പാന്നുള്ള കാര്യം. അതായത് ക്യാമറയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസവും കാണിക്കാനായിട്ട് ഒരു നെറിയട്ട ചിന്തയെ കൂടെ നടക്കുന്ന ഒരുത്തനാണ് ഈ റോബിൻ. അത് പണ്ട് ഇവൻ്റെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷമുള്ള ഇവൻ്റെ മറ്റേ മൂക്കാമണ്ട പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടു കഴിഞ്ഞാലും കേട്ട് കഴിഞ്ഞാൽ അറിയാവുന്നത് ഇത് തന്നെ ഉള്ളു. പിന്നെ ഇവൻ്റെ കുറേ വീട്ടമ്മമാരും കുറേ ആൾക്കാരും ബിഗ് ബോസ് കണ്ട് എന്തോ വലിയ ഗതയാണെന്നും പറഞ്ഞ് എടുത്തു വെച്ചുകൊണ്ട് നടക്കുന്നതായിരുന്നു കണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രണയം വരുന്നു, അത് കല്യാണം കഴിക്കുന്നു, ഓരോ ഫാമിലി മാറ്റർ, അതാ സൈഡിലോട്ടങ്ങ് മാറ്റി വെച്ചേക്ക്. അതിലോട്ടൊക്കെ ആൾക്കാർ ഇൻ്റർഫിയർ ചെയ്ത് നമുക്ക് വേണ്ട. പക്ഷെ യവൻ്റെ ഉടായ്പ പരിപാടിയിൽ എത്ര രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ മേടിച്ചവനും കണക്കില്ല, കൊടുത്തവനും കണക്കില്ലെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഇവൻ വന്നിട്ട് ഇവൻ്റെ ഓരോ വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. 1 കോടി, 3 കോടി, 4 കോടിയൊക്കെ. എടാ ജോലിക്കും പോകാതെ ഇരിക്കുമ്പോൾ അവൻ ഇത്ര കോടികൾ വരാനായിട്ട് എവിടുന്ന് വരുന്ന ഈ കോടികളൊക്കെ? കോടി മുണ്ടായിട്ടല്ല, പൈസ ആയിട്ടല്ല, അക്കൗണ്ട് ത്രൂ അല്ല വരണത്. എവിടുന്ന് വരുന്നതൊക്കെ? എക്ക ചെകയുണ്ടേ, എക്ക ആൾക്കാർ ചെകയെന്നുള്ളൊരു ബോധവന് വന്നതുകൊണ്ടാണ് ഇവൻ നേരെ പോയിട്ട് BJP-യിലായിട്ട് ചേർന്നത്. നീ ചേർന്ന് കാരണം ആരും വന്ന് ചെകയാൻ നിൽക്കുകയോ എടുക്കുകയോ എന്നുള്ളൊരു പേടി വേണ്ടല്ലോ. അതാണോ എന്ന് എനിക്ക് വലിയൊരു ഡൗട്ടുണ്ട് കേട്ടോ. അല്ലാതെ പാർട്ടിയെക്കുറിച്ചും പാർട്ടി നിലപാടിനെക്കുറിച്ചും പാർട്ടി നിബന്ധനയെക്കുറിച്ചും പോളിസി ടേംസ് ആൻഡ് കണ്ടീഷൻസെ കുറിച്ചും യാതൊരുവിധ വകതിരിവും ഇല്ലാത്ത യവൻ എന്തിനാണ് എങ്ങനെയാണ് അവരവിടെ പിടിച്ചത്? എനിക്കൊന്ന് സീറ്റ് തികയാൻ വേണ്ടിയിട്ട് ഒരു സെലിബ്രിറ്റി വേണമായിരുന്നു, അങ്ങനെ പിടിച്ച് നിർത്തിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുണ്ട്രെ. അല്ലാതെ യാതൊരുവിധ ചാൻസും ഇല്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഒരു വോട്ട് കിട്ടാനായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാത്തൊരു വ്യക്തിയാണ് ഇപ്പം റിയൽ ലൈഫിൽ. മറ്റേത് റിയൽ ലൈഫായിരുന്നു ബിഗ് ബോസ്, ഇപ്പം റിയൽ ലൈഫിൽ അങ്ങനെ ഒരു കരിയർ കാണിച്ചു വെച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്ന ആള്. വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ വയ്യെങ്കിൽ അതിനകത്ത് വന്ന് കിടന്ന് മെഴുകുന്നു. എന്നാൽ ഈ പൈസ വാങ്ങിച്ച സമയങ്ങളിലും അത് കൊടുക്കാമെന്ന് പറഞ്ഞ ഏറ്റ ഡേറ്റുകൾ സഹിതം കൊടുത്തവനും വാങ്ങിച്ചവനും കൂടെ ചേർന്ന് ഒന്നിച്ചിരുന്ന് ഓരോ വീഡിയോ ക്ലിപ്പുകൾ എടുത്ത് കയ്യിൽ സൂക്ഷിച്ച് വെക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു വീഡിയോ എടുത്ത കാര്യമായി കേട്ടോ. പൈസ കിട്ടിയില്ലെങ്കിലും അങ്ങനെ മേടിച്ചിട്ടുണ്ടെന്നൊരു തെളിവുണ്ടല്ലോ. കാരണം റോബിൻ ഇപ്പം മറ്റേ മുണ്ടൊക്കെ കൊടുത്ത് ഇറങ്ങി സമരം എന്തുകൊണ്ട് രാജമൗലിയുടെ പുതിയ സിനിമയാണ് കുന്തം കുടച്ചക്കറൊക്കെ ആയിട്ട് ഓടി പോലീസ് സേനയുടെ നേരെയും മറ്റേ ജലപീരങ്കിയുടെ നേരെയൊക്കെ അങ്ങോട്ട് ഓടി പോകാനായിട്ട് പന്ന ഉറുമ്പ് പോയിരുന്നിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായം അതിനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളവർ കുറേ വീഡിയോ ആയിട്ട് ഹൈപ്പും കാര്യങ്ങളൊന്നും കൊടുക്കണം, മര്യാദ കൊടുത്തോളം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന റിയലി ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് പറയാനായിട്ട്. അപ്പോൾ റോബിൻ്റെ ഈ കുൽസിത പരിപാടിയിൽ ഒരു വിഷ്വൽസ് അല്ലെങ്കിൽ ഒരു ന്യൂസ് നമുക്ക് ആദ്യം കണ്ടിട്ട് ഇവൻ പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുള്ള കൊടുത്തിട്ടുള്ള പൈസ മേടിക്കാൻ നേരം പൈസയുടെ ഡേറ്റ് പറയാൻ നേരം രണ്ടും കൂടെ ചേർത്തിരുന്നിട്ട് വീഡിയോക്കകത്തുള്ള കള്ളക്കണക്കുകളും കാര്യങ്ങളും പൈസയും അപരാധങ്ങളും മൊത്തം ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. പ്രവീണിനെ ഞാൻ തീർത്തു, അതേമാതിരി നിന്നെ ഞാൻ തീർക്കും. 45 ലക്ഷത്തോളം രൂപ തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പരാതി ഈ കാരൻ പറയുന്നത്. നിതിൻ സേവ്യറുണ്ട്. ഇപ്പോൾ റോബിൻ എന്താണ് പറയുന്നത്? ഇപ്പോൾ പാർട്ടി ബന്ധമൊക്കെ ചൂണ്ടിക്കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണോ പണം തിരികെ ചോദിക്കുമ്പോൾ? പാർട്ടി ബന്ധോ? എടാ ഇതേ പാർട്ടി കയറിയത് അവന് ശമ്പളം കിട്ടാനെന്നോ മാസ വരുമാനം കിട്ടാനാണെന്ന് പറഞ്ഞുള്ള എൻ്റെ ഓഡിയോ ഒക്കെ ലീക്ക് ആയിരുന്നല്ലോ. ഈ ഓഡിയോ ചിലപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ 3-4 ദിവസം മുമ്പായിരിക്കും ഈ ഓഡിയോയെ കുറിച്ച് കേട്ടത്. എന്നാൽ എനിക്ക് തോന്നുന്നു ഞാനിതൊരു ഇലക്ഷൻ സമയത്ത് ഇതിനെക്കുറിച്ച് അറിഞ്ഞതാണ്, ഇവൻ്റെ ഈ ഒരു പരിപാടിയും ഈ സംസാരം നടന്നിട്ടുള്ള ഒരു കാര്യം.
അന്നങ്ങ് ആരും തൊടുന്നില്ല, എന്നാ പോട്ടെ പോയി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞത് മാത്രമേ എനിക്ക് അറിയാനായിട്ട് സാധിച്ചുള്ളൂ. എന്നാൽ എപ്പോഴും ഈ പൈസ കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ ഒന്ന് ചോദിക്കും. അല്ലാതെ പാർട്ടി ബന്ധങ്ങളൊന്നും എടുത്ത് പറയാതെ അവനാ നിൽക്കുന്ന പാർട്ടിയിൽ യാതൊരുവിധ ബന്ധവും ഇല്ല, യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല. എന്തിനാണോ എന്തോ ചുമന്നുകൊണ്ട് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി പാർട്ടിയെ ഇവനാണോ ചുമക്കുന്നത്, ഇവനെ പാർട്ടിയാണോ ചുമക്കുന്നുള്ളത് അതിൻ്റെ സംഘാടന പ്രവർത്തകർ വന്നിട്ടൊന്ന് പറഞ്ഞായിരുന്നേ വളരെ ഉപകാരമായിരുന്നു കേട്ടോ. കാരണം ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു അണിയാ ഇപ്പം അവൻ നിങ്ങളുടെ കെണിയായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, അതായത് തുടക്കത്തിൽ ഇവർ തമ്മിൽ വലിയ സൗഹൃദം ഉണ്ടായിരുന്നവരാണ്. ഈ വേദലക്ഷ്മിയും റോബിൻ രാധാകൃഷ്ണൻ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. വേദലക്ഷ്മി കണ്ടന്റ് ക്രിയേറ്ററാണ്. ഒപ്പം തന്നെ അബിൽ ദേവ് ദക്ഷിണേന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഫാഷൻ ഡിസൈനറാണ്. കേരള ഫാഷൻ ലീഗിന്റെ സ്ഥാപകൻ കൂടിയാണ്. അങ്ങനെ വളരെ അറിയപ്പെടുന്ന ആളുകൾ തന്നെയാണ്, വളരെ സുഹൃത്തുക്കളായിരുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ തുടക്കത്തിൽ ഈ റോബിൻ പല ആവശ്യങ്ങൾക്കായി ഇവരുടെ കയ്യിൽ നിന്നും ചെറിയ ചെറിയ തുകകൾ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, അത് കൃത്യമായി തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ വലിയ വിശ്വാസം വാങ്ങുന്നു. അങ്ങനെ പിന്നീടാണ് വലിയ തോതിൽ ഇവരുടെ കയ്യിൽ നിന്നും പല ആവശ്യങ്ങൾ പറഞ്ഞ് പൈസ വാങ്ങുന്നത്. പക്ഷേ പൈസ തിരികെ നൽകാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെയാണ് ഇവർ വീണ്ടും വീണ്ടും പൈസ ചോദിച്ച് റോബിൻ അരികിലേക്ക് എത്തുന്നത്. അപ്പോൾ പലപ്പോഴും പല അവധി പറയുന്നു, പിന്നീട് തരാമെന്ന് പറയുന്നു. സാമ്പത്തിക പ്രശ്നത്തിലാണ്, ഭക്ഷണം വാങ്ങാൻ പോലും പൈസ ഇല്ല എന്നൊക്കെ ഇവരോട് പറയുന്നു. അങ്ങനെയാണ് ഇവർ സമയം നീട്ടി നൽകുന്നത്. പക്ഷേ എത്ര ശ്രമിച്ചു ഈ സമയം നീട്ടി നൽകുന്നു എന്ന് പറയുന്നല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിന്റെ ഡേറ്റും കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് കാണിക്കാൻ പോകുന്നത്. കാരണം അവ കിടന്ന് മെഴുകുക, രാഷ്ട്രീയത്തിലോട്ട് കയറിയപ്പോഴത്തേന് തനി രാഷ്ട്രീയക്കാരനാണെന്നും ഒന്നിൽ കൂടുതൽ സ്വന്തന്മാരുണ്ടെന്നുള്ള രീതിയിലുള്ള പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കണ്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്യാതെ എങ്ങനെ മാറ്റി വെക്കാനാ? കാണിക്കാൻ തോന്നിവാസമില്ല. അതൊക്കെ പോട്ടടേ, 45 ലക്ഷം രൂപയൊക്കെ കടം കൊടുക്കാനായിട്ട് എന്തുവാടേ നിങ്ങൾ? നിങ്ങൾക്കൊരു ബാങ്കായിട്ടങ്ങ് പ്രഖ്യാപിച്ചുകൂടെ? എന്നാൽ പിന്നെ കുറേ നിരക്ഷരായിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും ജോലി പ്രവേശിക്കാത്ത ഒരുപാട് യുവാക്കളൊക്കെ കാണുമല്ലോ, അവരെയൊക്കെ അങ്ങ് സഹായിക്കണമെന്നേ. അവരായാലും ചിലപ്പോൾ ജോലി അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേന് അവരാ പൈസ തിരിച്ചു തന്നേനായിരുന്നു. അല്ലാതെ ഇതുപോലെ ബിഗ് ബോസിലൊക്കെ അപ്പോൾ ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ട് വന്ന ഒരുത്തന് വീണ്ടും ഇത്രയും സാമ്പത്തിക ബാധ്യതയിലേക്ക് വരുമ്പോഴത്തേക്കിന് അവൻ വീണ്ടും നിങ്ങളുടെ ഇത് കടം ഇടുമെന്ന് പറഞ്ഞ് പൈസ മേടിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കണം. ഇത്രയും സാമ്പത്തികത്തിൽ നിന്ന ഒരുത്തൻ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത് 45 ലക്ഷം രൂപയാവുന്നു. അപ്പോൾ അവൻ്റെ അവസ്ഥ എന്താണ്, അവൻ പോകുന്ന ഗതി എന്താണ്, അവൻ്റെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കണമായിരുന്നു. ആ മനസ്സിലാക്കാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ്. കഴിഞ്ഞ ദിവസം അഖിൽമാരാർ ഒരു സ്റ്റോറി ഇട്ടേക്കുന്നുണ്ടായിരുന്നു. 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 11 ലക്ഷമായിട്ട് തിരിച്ചു തരാമെന്ന് ഒരാൾ പറഞ്ഞത്. അത് വേറെ ആരുമല്ല പറഞ്ഞത്. മുൻ സീസണുകളിൽ ബിഗ് ബോസിനകത്ത് വലിയൊരു ഓളം ഉണ്ടാക്കിയിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. അവൻ ഇനി ഡോക്ടർ എന്ന് വിളിച്ച് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയ മുറിവിനെങ്കിലും ഒരു മരുന്ന് വെച്ച് കെട്ടുന്നു നമ്മൾ കണ്ടായിരുന്നെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ വിളിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒരു വൈദ്യനെ എന്തെങ്കിലും വിളിക്കാമായിരുന്നു. അതുപോലും കഴിയുന്നില്ല. അങ്ങനെ 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 11 ലക്ഷമായിട്ട് തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. വാവ്, ട്രേഡിംഗ് ആണോ? സ്വന്തമായിട്ട് സ്വന്തം പോക്കറ്റിലേക്ക് 10 ലക്ഷം രൂപ വരുന്നു, അടുത്ത ദിവസം അത് 11 ലക്ഷമായിട്ട് കൊടുക്കുന്നു. ഇനി അതിന് വല്ല ഇൻവെസ്റ്റ് ചെയ്താണോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലീഗൽ ആപ്സ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്തങ്ങോട്ട് കളഞ്ഞപ്പോഴും ഇല്ലീഗൽ ആപ്സിൻ്റെ പരിപാടികളൊക്കെ ഇന്ത്യയിലും കൂടെ നിരോധിച്ചപ്പോഴത്തേനും റോബിൻ ഇരുന്ന് കറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. കറങ്ങിയത് അത് വട്ടത്തിൽ കൃത്യമായിട്ട് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ പൈസ കൊടുത്ത് സഹായിച്ചവന് പറയാനുള്ളത് കാര്യവും ആ ഡേറ്റുകളും അതിനുശേഷം ഇവർ ഓരോ അവധികൾ നീട്ടി വെച്ച് 5 കൊടുക്കാം 10 കൊടുക്കാം എന്ന് പറയുമ്പോൾ ഓരോ വീഡിയോ ക്ലിപ്പുകൾ എടുത്തത്. ആ വീഡിയോ ക്ലിപ്പ് അതിനുശേഷം ഇന്ന് രാവിലെ റോബിൻ ഇതൊന്നും ഞാനല്ല ചെയ്തത്, എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത കാര്യമാണ്, എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഈ ഡേറ്റ് ശരിയല്ല, ഈ കൊടുത്തുള്ള എമൗണ്ട് ശരിയല്ല, ഇതൊന്നും ശരിയല്ല, യവനൊന്നും ആരുമല്ല, ഇവനൊക്കെ ആര്, നീയൊക്കെ എവിടുന്ന് വരുന്നു എന്ന രീതിയിൽ ഒരു പരിപാടി. അതും കൂടെ കണ്ടപ്പോഴേ സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം കുറേ ദിവസമായിട്ട് ഇത് കോൺട്രവേഴ്സി ആയിട്ട് കറങ്ങി നടക്കുക. എന്നാൽ ഇപ്പം അത് എടുക്കാനുള്ള കാരണം ഇവൻ്റെ ഈ ഒരു തോന്നിവാസ പരിപാടി തന്നെ കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ഇന്നലത്തോട് തന്നെ 26-ാം തീയതി വരെ നമ്മൾ ക്ഷണിച്ചു. ജൂൺ 26 എത്തി. ഇങ്ങനെ വലിഞ്ഞ് ജൂൺ 26-ന് ഇവൻ്റെ ഒരു കോളിലാണ് ഇവൻ്റെ ത്രട്ട് എനിക്ക് വരുന്നത്. ത്രട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയുന്നു, ട്രിവാൻഡ്രത്തുള്ള പ്രവീണിനെ ഞാൻ തീർത്തു. അവിടുത്തെ ആളുണ്ട് ഇതേമാതിരി ഫാൻസ്, അയാളെ ഞാൻ തീർത്തു, അതേമാതിരി നിന്നെ ഞാൻ തീർക്കും, ഹണി ട്രാപ്പിൽ ഞാൻ നിന്നെ പെടുത്തും എന്നുള്ള രീതിയിലുള്ള ഇവൻ്റെ വോയിസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് പേടിച്ചു. കാരണം വെച്ചാൽ റൂട്ട് മാറിപ്പോയി, ഈ സംഭവത്തിൻ്റെ റൂട്ട് കംപ്ലീറ്റ്ലി മാറിപ്പോയി. ഞാൻ ഫോൺ പിന്നെ ഞാൻ അവന് ഒരു രീതിയിലുള്ള മെസ്സേജ് അവന് വിളിക്കാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി ഇതിന് പോകും. കാരണം ഇതിൻ്റെയൊക്കെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ അപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം വാട്സപ്പ് കോളാണ്. അതിൽ എവിഡൻ്റ് ആയിട്ട് അവൻ പറയുന്നുണ്ട് ഇനി മുഖ്യമന്ത്രി നിൽക്കും, ആഭ്യന്തരമന്ത്രി വി ഡി സതീശനോട് ഞാൻ തീർത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. കാരണം ഇന്ന് വരെ അവനൊരു പൊളിറ്റിക്കൽ ഭീഷണി എനിക്ക് തോന്നുന്നില്ല, അവന് ഒരു രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയില്ല. കാരണം അതിൻ്റെ വോയിസ് ഉണ്ട്. പാർട്ടിയിലേക്ക് വരുന്നത്, ഒഫീഷ്യലി ഞാൻ പാർട്ടിയിലേക്ക് വരുന്നത് എൻ്റെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് ഞാനും പൈസ ഉണ്ടാക്കും, ഞാൻ ബിസിനസ്സുകാരാന്ന് പറയുന്ന വോയിസ് വരെ ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രട്ട് പേടിച്ചു ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒന്ന് ലീഗലി മൂവ് ചെയ്യാം. ഇതേമാതിരി ഇന്നിപ്പോൾ റിപ്പോർട്ടറിൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് ലീഗലി മൂവ് ചെയ്യാം, നമുക്ക് അങ്ങനെ നോക്കാം, ഇനി വരുന്നിടത്ത് വരച്ച് കേട്ടെ.
അപ്പോൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ്റെ സോറി മെസ്സേജുകളൊക്കെ വന്നു. പക്ഷെ ഞാൻ അതിനൊന്നും നോക്കുന്നില്ല. പക്ഷേ പിന്നെ എന്തെന്ന് വെച്ചാൽ മദർ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബേസിക് മര്യാദ കാണിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാനത് വെയിറ്റ് ചെയ്തു. 41 കഴിയുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും 41 ആഴ്ച ഉണ്ടാവില്ല. ഇപ്പോഴും ഇപ്പം ഇങ്ങനെ പറയുന്നതിന് വിഷമമുണ്ട്. അദ്ദേഹം ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ പിന്നെ കാണുന്നത് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിലും ഇവിടുത്തെ എടപ്പള്ളി കളിക്കളം ഗ്രൗണ്ടിൽ വന്നിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു വ്യക്തിനെയാണ്. ഒരു മാസം പോലും തികയാതെ പുള്ളിക്കാരൻ അതുപോലും മാർക്കറ്റ് ചെയ്ത് കാണിച്ച് പുള്ളിക്കാരൻ്റെ ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്നതാണെന്ന്. അപ്പോൾ നമുക്ക് അതേപോലെ ലക്ഷ്മി എന്ത് ചെയ്തു, റിയാക്ഷൻ തുടങ്ങി. കാരണം ചെറിയ ചെറിയ വീഡിയോ ഇട്ട് പറഞ്ഞു ഇത് എന്തായാലും ഈ സ്കാം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി നമ്മൾ ലീഗലി പോയാൽ ചിലപ്പോൾ 5-10 വർഷങ്ങൾ എടുക്കും. ഇനി ഒരാളുടെ പൈസ ഈ കേരളത്തിൽ ഈ സ്കാം വഴി, ഈ സ്കാം എന്ന് പറയുന്നത് എന്താ, മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ചില ആൾക്കാരൊക്കെ വരുന്നത്. ഈ സ്കാമിന്റെ പേര് റോബിൻ സ്കാം. റോബിൻ സ്കാം, കാരമൻ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞില്ല, റോബിൻ സ്കാം. അവിടെ എത്ര കുറേ രൂപ കേട്ടോ, എങ്ങനെ ഇവിടെ കൊണ്ടുപോയി വെച്ചതൊക്കെ എന്ത് പരിപാടി, എന്തിനാ 40-45 ലക്ഷം രൂപ മേടിച്ചിട്ട് എന്തുവായിരുന്നു പരിപാടി, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കടം മേടിക്കുക, അതിലൂടെ ഒരു ആസ്വാദനം കണ്ടെത്തുക, അത് തിരിച്ചു കൊടുക്കാതിരിക്കുക, കുറേ എണ്ണത്തിൻ്റെ പരിപാടി ഇതാട്ടോ. എന്തിനു വേണ്ടിയിട്ട്? ആരെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ആരെ ആശ്വസിപ്പിക്കാൻ? എന്താ കാര്യം? അതിനകത്തുള്ള സെൽഫ് സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ലാതെ മറ്റൊരുത്തരും ആശ്വാസം കിട്ടുന്നുണ്ടോ? സ്വന്തം കുടുംബക്കാർക്ക് പോലും മനസമാധാനത്തോടെ കട്ടിലിൽ കടന്നുറങ്ങാൻ പറ്റാത്ത കാര്യമായിരിക്കും സ്വന്തമായിട്ട് ഈ തന്തയില്ലാത്തവന്മാർ കാണിച്ച് വെക്കുന്നത്. അതുകൊണ്ട് ഉള്ള കാര്യം. ഇതേമാതിരി ഒരു ഡേ കണ്ട് 2 ദിവസം പറഞ്ഞ് പുള്ളിക്കാരൻ്റെ ബിഗ് ബോസും പറഞ്ഞ് കാര്യങ്ങളും പറഞ്ഞ് പുള്ളിക്കാരൻ്റെ ഒത്തിരി ആളുകളുടെ അടുത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ ഇനി വരാനിരിക്കുന്നുണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ച് ലീഗലി കൊടുത്തിരിക്കുകയാണ്. അതിൽ ഫുൾ ഈ പുള്ളിക്കാരൻ്റെ ഇന്നലെ വീഡിയോയിൽ പറയുന്ന മാരകമായിട്ടുള്ള ത്രട്ടും കാര്യങ്ങളും ഹണി ട്രാപ്പും ഒക്കെ വന്ന് നമ്മളെ ചിത്രീകരിച്ചിരിക്കുന്ന രീതി ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എൻ്റെ ബിസിനസ്സും അങ്ങനെ പോകുന്നു. ലക്ഷ്മിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷ്മി ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നാളെ ഒരു ബ്രാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി ഈ രീതിയിൽ ത്രട്ട് നടത്തി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലായിരിക്കും? ഇപ്പോൾ ബ്രോ ഒരാളെ കാണുമ്പോൾ ഓക്കെ ത്രട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ്, ആ കുട്ടിയുടെ ലൈഫിനെ ബാധിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കുട്ടിയുടെ ഭാവിനെ ബാധിക്കുന്നതായിരിക്കും. അപ്പം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ സ്കാമർ ഇനി ഇവിടെ സ്കാം നടത്താൻ പാടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ലീഗലിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പം ലീഗലി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോവുക. അതിന് നിങ്ങൾക്കൊരു ഉടനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും 10-20 വർഷത്തിനകത്ത് ഏകദേശം എന്തെങ്കിലും ശരിയാകുമായിരിക്കും. അങ്ങനെ ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ഓടിയതിൻ്റെ പൈസയും ഇത്രയും നാളത്തെ പലിശയും കൂടെ ഒക്കെ ചേർത്തിട്ട് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് റോബിൻ്റെ നിന്ന് മേടിച്ചിട്ട് കഴിയും. റോബിൻ വലിയ സാമ്പത്തികം ഇല്ലാത്തൊരു കുടുംബത്തിലെ ആളൊന്നുമല്ല. ബിഗ് ബോസിൽ വന്നതിന് ശേഷം ആസ്തിയും പൈസയും ഈ പറയുന്ന പരിപാടികളൊന്നും കണ്ടു വളർന്നൊരുത്തനുമല്ല. ജീവിതപരമായിട്ടും കുടുംബപരമായിട്ടും അച്ഛൻപരമായിട്ടും ഭയങ്കരമായിട്ട് സാമ്പത്തിക ശേഷിയും പുറത്തൊക്കെ ബിസിനസ്സും പരിപാടികളൊക്കെ ഉള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ വലിയ ചെറിയ കാര്യമല്ല മോനെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ തവണ പൈസ മേടിച്ചിട്ട് കൊടുക്കാൻ നേരം അതിൻ്റെ എമൗണ്ട് സഹിതം ഇനി ഈ ഡേറ്റ് തിരിച്ച് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസൊക്കെ ആൾ ഇടുന്നുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ കാരണം പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല, ഓർത്തിട്ടില്ല എന്ന രീതിയിലാണ് ഈ പൈസ കൊടുക്കാനുള്ള കാര്യത്തെക്കുറിച്ച് വീണ്ടും പറയുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇത് അഭിപ്രോ ആണ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് അഭിപ്രോവിന്റെ പെരുമ്പാവൂരുള്ള വില്ലയിലാണ്. ഇന്ന് December 30, 2025 ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് അഭിപ്രോ പല തവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. ഫണ്ട് തന്ന് സഹായിക്കാതെ ഇരുന്നിട്ടില്ലല്ലേ? ഒരാവശ്യം വന്നപ്പോൾ സഹായിച്ച ആളല്ലേ സഹായി എന്ന് പറയുന്നത്. അപ്പൊ അവനൊരു സഹായി ആയിരുന്നു നിനക്ക്, അത് നീ മറക്കരുത്. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,70,500 രൂപ ഇനി അഭിപ്രോവിന് കൊടുക്കാനുണ്ട്. ഞാൻ ഈ വരുന്ന January 31, 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2026 ജാനുവരിയിൽ പൈസ കൊടുക്കാമെന്ന് പുള്ളി പറഞ്ഞു. ഇത് ഏതാണ്ട് 2025 ചെയ്യുന്ന വീഡിയോ. അപ്പോഴത്തുള്ള ഔട്ട്സ്റ്റാൻഡിങ് കടം എത്ര? 36 ലക്ഷം രൂപ. ഓക്കെ, ഇത് മറന്നില്ല, ഈ കണക്കുകൾ നിങ്ങൾ ഓർത്തു വെക്കണം. 2025 അവസാനത്തിന് തൊട്ട് മുമ്പ് വരെ 36 ലക്ഷം രൂപ കടം. അപ്പം ഓൺ ഓർ ബിഫോർ January 31, 2026 ഞാൻ ഈ പറഞ്ഞ 36,70,500 രൂപ അഭിപ്രോവിന് കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എന്താ പറയുക, ഫോർമലി ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല എനിക്ക് ഒരുപാട് പ്രാവശ്യം ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇത് ഒരു ലെറ്റർ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നേ ദിവസം എഴുതിയിട്ടുണ്ട്. സൂം ചെയ്ത് ഇതിൽ കാണാൻ പറ്റും. ഞാൻ അത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, January 31, 2026 അതൊരു നമ്മൾ അക്കൗണ്ട് ത്രൂലും ബൈ ഹാൻഡും ആയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യാം, അത് നമ്മൾ ആ ഒരു എമൗണ്ട് റോബിൻ സമ്മതിച്ച് തരാം. അപ്പൊ അതിലൊരു ഒരു
സെറ്റിൽമെന്റ് ഡീൽസ് ഡീല് പോലത്തെ ഒരു കാര്യമാണ്. അപ്പൊ താങ്ക് യു റോബിൻ. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. നമസ്കാരം. ഓക്കെ, ഇതാണ് അവരുടെ ആദ്യത്തെ വീഡിയോ സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട് 2026 കടക്കുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ അവരുടെ ഔട്ട്സ്റ്റാൻഡിങ് 36,70,000 രൂപ. ഓക്കെ, ബാക്കി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, നമ്മുടെ സ്വന്തം അബിൽ ബ്രോ ആണ്. ഇന്ന് ഏപ്രിൽ 28, 2026 ആണ്. അപ്പം ഈ ഒരു നേരെ അടുത്ത വീഡിയോ എപ്പോഴെത്തിയെന്നറിയല്ലോ, ഏപ്രിൽ 28, 2026. ജാനുവരിയിൽ ഔട്ട്സ്റ്റാൻഡിങ് 36 കഴിഞ്ഞതായി ഇപ്പോൾ എത്തി ഏപ്രിൽ 28 അപ്പം സെറ്റിൽമെന്റ് നടന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അമിൽ ബ്രോന്റെ കയ്യിൽ നിന്നും ക്യാഷ് ആയിട്ടും അക്കൗണ്ട് വഴി ഞാൻ ഓൾമോസ്റ്റ് ഒരു 45 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാലൻസ് അല്ല, അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാലൻസ് വന്നിട്ട് 45 ലക്ഷം രൂപയുണ്ട്. ഓക്കെ, 2026 മെയ്യോട് കൂടി പറയുന്നുണ്ട് കുറേ പൈസ മേടിച്ചിട്ടുണ്ട്, ഇനി ബാലൻസ് 44 ലക്ഷം രൂപ വരെ വന്ന് നിൽക്കുന്നു. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. സോ അപ്പോൾ അത് നമ്മളൊരു സെറ്റിൽമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ എമൗണ്ടിന്റെ 5 ലക്ഷം രൂപ വന്നിട്ട് മെയ് 5, 2026 പുള്ളിക്കാൻ അത് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ബാലൻസ് ഉള്ള 40 ലക്ഷം രൂപ മെയ് 20 40 ലക്ഷം രൂപ പുള്ളിക്കാൻ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിത് ഇപ്പോൾ സംസാരിച്ച് ആ ഒരു ഡീല് ക്ലോസ് ചെയ്യാണ്. ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ എടുത്ത് വെക്കുന്നതാണ്. അപ്പം അപ്പം ഹാപ്പി ആയിട്ട് ഇത് കഴിഞ്ഞ ഇത് 20 എന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മൾ ഈ വീഡിയോ കൂടി എടുക്കുന്ന. റോബിനുള്ളത് പറയാനുള്ളത് ഇപ്പൊ 20th ഇത് തീരും. നല്ല രീതിയിലുള്ള നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു വേറെ പ്രശ്നങ്ങളുമില്ല. ഇത് തീരാണ്. അത് ആ രീതിയിലേക്കുള്ള ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യക്തിപരമായിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ട് നിർത്തിക്കും. ഇവന്റെ ഈ ചിരിയും ഈ ഷേഖാന്റെ ഉടായ്പ പരിപാടി തന്നെ കേട്ടോ ഇത്ര ഉണ്ടാക്കിയത്. ഉള്ള കാര്യം പറയല്ലോ, ഇതൊക്കെ കണ്ട് വീഴുന്ന ഇവൻ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ ഇപ്പോഴും അത്ഭുതത്തോടെ ആലോചിക്കുക. മെയ് 5 5 ലക്ഷം രൂപയും 20 ബാക്കി പൈസ മൊത്തം സെറ്റിൽ ചെയ്ത് കൊടുത്തോളാം. അതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ, അത് 2026 എത്തി. മറ്റേന്റെ ബാക്കി കാര്യമൊന്നും പറയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഈ പറയുന്ന എമൗണ്ടെങ്കിലും കൂടുതൽ മേടിച്ചിട്ടുണ്ട്, ബാക്കി ഒന്നും സെറ്റിൽ ചെയ്തിട്ടില്ല. ഇനി അടുത്തത്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുഹിത അബിൽ ബ്രോ ആണ്. ഇന്ന് മെയ് 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടിൽ സംസാരിച്ചിരുന്നു. അപ്പം അതെ 20 പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപ. അതായത് നേരത്തെ പറഞ്ഞ മെയ് 5 സമയത്ത് 5 lakhs കൊടുക്കുമെന്ന് പറഞ്ഞില്ല, 5 lakhs കൊടുത്തു. ഇനി ബാക്കിയുള്ളതാ. അതില് ഈ വരുന്ന മെയ് 28 അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5 അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10 അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജൂൺ 15 അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പൊ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിനുവേണ്ടി ഒരു എന്താ പറയാ എവിഡൻസ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മൾ പരസ്പര ധാരണയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പൊ പരസ്പര ധാരണയിൽ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് 5 ലക്ഷം രൂപ കൊടുത്തെന്ന് പറയുന്നു. ഇനി ബാക്കി 40 ലക്ഷം രൂപ കൊടുക്കാൻ പറയുന്നു. അപ്പം ഇനി ഒരു പ്രസ് മീറ്റിലേക്ക് പോകുമ്പോഴും ആൾക്കാരുടെ ഇടയിലേക്ക് സംസാരിക്കാൻ വരുമ്പോഴും റോബിൻ കാണിക്കേണ്ടത് ഏത് കാര്യമായിരിക്കും? ഇപ്പം ഇന്ന് വരെ 25 കൊടുത്തു, അതായത് മെയ് 18 വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ബാക്കി പൈസ 40 ലക്ഷം കൊടുക്കണം. ആ 40 ലക്ഷം നിങ്ങൾ മെയ് 18 ശേഷം ടിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്ന വരെ ഡേറ്റ് വരെയുള്ള നിങ്ങളുടെ ട്രാൻസാക്ഷനകത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള തെളിവ് കാണിച്ചാൽ പോരെ? അങ്ങനെ പോരെ മോനെ, അങ്ങനെ പോരെ. അതിന്റെ ആവശ്യമല്ലേ ഉള്ളു. അല്ലാതെ അങ്ങ് അറ്റത്തൂന്ന് കിടന്ന് മെഴുകി ഇങ്ങനെ അറ്റം വരെ വരേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ ഏറ്റവും കൂടുതൽ മെഴുകാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലായിരിക്കും ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ല, ജനങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് നമ്മുടെ മുന്നിൽ തെളിയിച്ച് കാണിച്ചു തരുന്നൊരു കാര്യം. അതിന് മർമ്മ പ്രധാനമായിട്ട് എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 7 മണിയാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ഇങ്ങനെ ഒരു കേസ് ഉള്ളതുകൊണ്ട് ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, മാസം അറിയുന്നുണ്ട്. എന്തായാലും പണ്ടത്തെ പോലെ അല്ലല്ലോ കാര്യമായി. ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദലക്ഷ്മിക്കും അബിൽ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്, ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്നത്. ഞാൻ കൊടുക്കാനില്ലായിരുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള എന്തുമായിരുന്നു? മറ്റേ പ്ലെയിൻ കാർഡ്സ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളത്. പൈസ തന്നെയല്ലേ, അതിന്റെ കണക്ക് തന്നെയല്ലേ അളിയും പല വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഒന്നും സൈബർ ബുള്ളിങ്ങിന് വരുന്നത്. ഇത് ഡെയിലി രാവിലെ ഉറക്കൊഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫോൺ ഇങ്ങനെ എടുത്തിട്ട് ഇന്ന് ആരെങ്കിലും എടുത്ത് സൈബർ ബുള്ളി ചെയ്തേക്കാന്ന് പറഞ്ഞിരിക്കുന്നതല്ല. സോഷ്യൽ മീഡിയയിൽ വ്യക്തമായ തെളിവുകളോട് വരുന്ന കോൺട്രവേഴ്സീസ് കാണുമ്പോഴായിരിക്കും ആൾക്കാർക്ക് കമന്റ് ഇടാൻ തോന്നുന്നത്. അത് അഫക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ബുള്ളിങ് ആയിട്ട് തോന്നും. അത്രേ ഉള്ളൂ. ആശ്വസിച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു.
ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൽദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അതായത് ഈ 42 ലക്ഷം ഇപ്പം ഇവൻ പറയുന്ന കണക്ക്, നമ്മളുടെ വീഡിയോ പറഞ്ഞു വന്നപ്പോൾ ഇവൻ പറഞ്ഞിട്ടുള്ള കണക്ക് 45 ലക്ഷം. നിങ്ങൾ മറക്കല്ലേ, ഇനി എന്റെ കള്ളത്തരം കാണിച്ചു തരാം ഞാൻ. 42,53,500 റുപ്പീസ് എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാൻ. അയ്യോ നല്ലവനായ ഉണ്ണി, എന്റെ പൊന്നു മോനെ, കള്ളത്തരം ഈ മാതിരി അടിച്ചു വിടരുത്. കാരണം നീ കഴിഞ്ഞ വീഡിയോയിലെ എക്സ്പ്ലനേഷൻ മറ്റേ ആളുടെ കൂടെ ഇരുന്നുണ്ട്, ആരുടെയും ദേഷ്യപ്രകാരമല്ല സ്വയം ഇഷ്ടപ്രകാരം ഒരു വീഡിയോ എടുക്കുന്നതിനകത്ത് നീ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതുവരെ മേടിച്ച പൈസയിൽ ഇനി കൊടുക്കാനുള്ളത് 40 ലക്ഷം രൂപയാണെന്ന്. അപ്പം ഇതിൽ കൂടുതൽ 40 ലക്ഷത്തിന്റെ മുകളിൽ നീ നല്ലൊരു എമൗണ്ട് മേടിച്ചിട്ടുണ്ട്. അപ്പൊ നീ അതിനകത്ത് കുറച്ച് ഭാഗങ്ങളായിട്ടുള്ള പൈസകൾ നീ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. ബാലൻസ് ഉള്ള എമൗണ്ട് ആണ് 40 ലക്ഷം എന്ന് അവർ പറയുന്നത്. അപ്പൊ നീ കൊടുത്ത എമൗണ്ടിനകത്ത് നിന്റെ ട്രാൻസാക്ഷൻ അത് ഈ പറഞ്ഞ 43 ലക്ഷം രൂപ കാണുമായിരിക്കും. പക്ഷേ സ്റ്റിൽ ബാലൻസ് കിടക്കുന്ന 40 രൂപ എക്സസ് ആയി കിടക്കുക. അതെന്ത് ഇവിടെ പരാമർശിക്കാത്തത്? നീ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നീ 80 ലക്ഷം മേടിച്ചിട്ടായിരിക്കും 40 കൊടുത്തിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് നിന്റെ വാഗൊണ്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. ബാലൻസ് അല്ല, അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാലൻസ് വന്നിട്ട് 45 ലക്ഷം രൂപയുണ്ട്. അതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയ്ക്ക് ഒരു വ്യക്തമായ ധാരണ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തരാനായിട്ട് കഴിയുമോ? വെറുതെ തരണ്ട. ഇപ്പോൾ 1000 കോപ്പി എടുത്തോണ്ട് ഓടിപ്പോയല്ലോ ആൾക്കാരെ സന്തോഷിപ്പിക്കാനും ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു ഡ്രാമ. ആ ഡ്രാമയ്ക്കകത്ത് ഈ ഒരു സാധനം ഉൾപ്പെടുത്തി ഒന്ന് കാണിക്ക്. അത് കാണിച്ചിട്ട് ഒന്ന് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ ഇതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് ഫേക്ക് കാണിക്കാൻ പറ്റില്ല. അതാ ഇങ്ങോട്ട് തന്നത് അങ്ങോട്ട് കൊടുത്തൊക്കെ കറക്റ്റ് അതിൽ എന്തുണ്ട്, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. എന്റെ പൊന്നളിയാ, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. നിന്റെ അക്കൗണ്ടിൽ 43 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. നീ 80 ലക്ഷം അടുപ്പിച്ചങ്ങാണ് മേടിച്ചിട്ട് പിന്നെ 43 ലക്ഷം രൂപ കൊടുത്താലും ബാക്കി വീണ്ടും അവിടെ കിടക്കുമല്ലേ? കാരണം നിന്റെ വീഡിയോയിൽ നീ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ഇനിയുള്ള ബാലൻസ് ആണ് 40 ലക്ഷം രൂപയെന്ന്. അപ്പൊ ഇനിയുള്ള ബാലൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പൈസ മേടിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ബാലൻസ് കൊടുത്തു കാണുമല്ലോ. അപ്പൊ പിന്നെ ഈ കണക്കും നീ പറയുന്നത് തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ചിലപ്പോൾ പല പൊട്ടന്മാർക്ക് ഇത് കേട്ടാൽ കൺവിൻസ് ആകുമായിരിക്കും. അല്ലാതെ ഇത് ഒരു ഹാരിവരത്തോടുകൂടി ഈ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് നിന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ളത് കേൾക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നീ കൊടുക്കാനുള്ള പൈസ തന്നെയാണെന്നത്. ഇവരുടെ ട്രാൻസാക്ഷൻ സ്ലിപ്പും റെസിപ്റ്റും ഇവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. പ്രിന്റ് ഔട്ട് എടുത്തത് മാത്രമല്ല, ഇന്ന് രാവിലെ, അതായത് ഓഗസ്റ്റ് 12 രാവിലെ 11 മണിക്ക് ഇവരുടെ പ്രസ് മീറ്റ് ഉണ്ട് അല്ലെ, എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് എല്ലാ മീഡിയാസും വരണം, മെയിൻ സ്ട്രീം ചാനൽസ് തൊട്ട് എല്ലാ മീഡിയാസും വരണം. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ. എനിക്ക് എടാ ഈ ഓടുന്ന പട്ടിക്ക് ഒഴിമരം മുൻപേ എന്നൊക്കെ പറയുന്ന രീതിയിലെടുത്ത് വാരിയിടാതെ അങ്ങനെ പറയുമ്പോഴത്തേക്കിന് അതിന് മുമ്പ് മേടിച്ച പൈസയുടെ ആ കണക്കുകളൂടെ കാണിക്കണ്ടേ? കാരണം ബൈ ഹാൻഡ് മേടിച്ച ക്യാഷ് കാണും, അക്കൗണ്ട് ത്രൂ മേടിച്ച പൈസ കാണും, ഇല്ലാതിരിക്കത്തില്ല. അപ്പൊ അതിന്റെ കണക്കുകൾ വ്യക്തമായിട്ട് കാണിക്കണ്ടേ? ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ മനസ്സിലായി കാണും. ഇത്രേ ഉള്ളൂ. ആ ബാലൻസ് എമൗണ്ടിന്റെ ആ കൊടുക്കാനുള്ള നേരത്തെ എത്ര മേടിച്ചിട്ടുണ്ട്. ഇപ്പം ഇനി 43 ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. അക്കൗണ്ട് ത്രൂ 43 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റോബിൻ ഒരു വ്യക്തമായ ധാരണ തന്നെ എത്ര രൂപയാണ് ടോട്ടൽ അവരെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളതെന്ന്. അപ്പൊ നമുക്കറിയാൻ സാധിക്കില്ല എത്രയാണ് കൊടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം. അത്ര മതി. വേറെ ഇതിനകത്ത് വേറെ ന്യായീകരിക്കാനും സംസാരിക്കാനും വേറെ ഒന്നുമില്ല. ഇത്ര ഉള്ളൂ. ഈ ഒരു ഇത്ര കാര്യമേ ഉള്ളൂ. ഇത് മാത്രം ഒരു വ്യക്തമായ ധാരണ തന്നു കഴിഞ്ഞാൽ ആരാണ് കള്ളൻ, ആരാണ് ഫേക്ക് കാണിക്കുന്നത്, ആരാണ് ഫേക്ക് പ്രൂഫ് ഉണ്ടാക്കി കാണിക്കുന്നത് ഈ കാണുന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തായാലും നിയമ നടപടിയായിട്ട് പോകുമ്പോഴത്തേന് അതിനൊരു നല്ലൊരു ഫേവർ ആർക്കാന്ന് വെച്ചാൽ അവർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഇത് ഉറപ്പുമില്ല. അല്ല, സത്യം എന്നുള്ള കാര്യം. അപ്പം ശരി, കണ്ടറിയാൻ തോന്നുള്ളത്.